എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോക്കറ്റ് ഷവർമയാണ്. ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ബ്രെഡ് എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ 2 ബ്രെഡ് ഇതേപോലെ എടുത്തിട്ട് ഒപ്പം വെച്ചിട്ട് ഒരു വട്ടത്തിലുള്ള മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ അങ്ങനെ തിരിച്ചെടുത്താൽ കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടും. കുറച്ച് ഭാഗം ഇങ്ങനെ ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല. ഇത് കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഇതേപോലെ മറ്റുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ച് കൊടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് റൗണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 മുട്ടയാണ് ഇട്ടെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മുട്ട തികയില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ 1 മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുട്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് റൗണ്ട് ഷേപ്പിലെടുത്തപ്പോൾ ഉള്ള ബാക്കി വേസ്റ്റൊക്കെ എടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് മുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും മുട്ടയിലിട്ട് മുക്കുക. ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം നല്ലോണം കോട്ടിങ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക. നല്ല നന്നായിട്ട് ഒട്ടി കിട്ടുള്ളൂ. അടുത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ഓരോന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എണ്ണ ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അടിയൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു നിന്നാൽ തന്നെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഈ അടുത്തും ഇതേപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പകുതിയായിട്ട് മുറിച്ചിട്ടാണ് ഇതിലേക്കുള്ള ഫില്ലിംഗ് വെക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഷവർമ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ക്യാബേജും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം കക്കരിയും കൂടി
കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ്. അപ്പോൾ ഫില്ലിങ്ങിനനുസരിച്ച് നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ്, പിന്നെ മയോണൈസിലൊക്കെ ഉപ്പ് ചേർത്തുകൊണ്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിലുള്ള ഉപ്പ് തന്നെ മതി. മയോണൈസും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതേപോലെ കിട്ടും. ഫില്ലിങ് ഇതിനുള്ളിലാണ് നിറച്ച് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഓരോന്നെടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അടുത്തതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്